ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുന്നു. അത്ര വൃത്തികെട്ട ഒരു സംഘമാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വടകരയിലെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ഒരു പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ ടീച്ചർ പറയുകയാണ്, തനിക്കെതിരെ അശ്ലീല വീഡിയോകളും മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളും പല കുടുംബ പേജുകളിലും മറ്റും കുപ്രചരണങ്ങൾ നടത്തുന്ന ആളുകളാണ് തനിക്കെതിരെ മത്സരിക്കുന്നതെന്ന്. അങ്ങനെയുള്ളവരെ ജനങ്ങൾ മനസ്സിലാക്കണം, ആത്മാഭിമാനവും അന്തസ്സുമുള്ള ആളുകൾ പ്രതികരിക്കണമെന്ന്. ഇങ്ങനെയൊക്കെ വീഡിയോ നിർമ്മിച്ച് പടച്ചു വിടുന്നവർക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ എന്ന് എല്ലാവരും ഈ വീഡിയോവിന് വേണ്ടി കാത്തിരിക്കുക. കണ്ടവർ ചോദിക്കുക, ടീച്ചർ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അടുത്തവന്റെ അടുത്ത് ചോദിക്കും, പിറ്റേ ദിവസം രാവിലെ ചോദിക്കും. അങ്ങനെ ഇതിനൊക്കെ വിരാമമായിട്ട് ടീച്ചർ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ വീഡിയോ എവിടെ ചോദിക്കുന്നുണ്ടെന്നാ കേട്ടത്. എന്റെ പത്രസമ്മേളനം കേട്ടോളൂ. ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ. അതെല്ലാം തന്നെ മാറ്റി പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ, വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ആയിട്ട് വരികയാണ്. ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കണ്ട് ഭയന്നിട്ടാവാം, അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം കുടുംബ പേജുകളിൽ, ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു. അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. പിന്നെ ടീച്ചർ ആ വീഡിയോയിൽ പറഞ്ഞു, അന്തസ്സും അഭിമാനവും ഉള്ളവര് ഇതിനെതിരെ പ്രതികരിക്കുന്നു. വടകരയിലെ ജനങ്ങൾക്ക് അന്തസ്സും അഭിമാനവും ഉണ്ട് ടീച്ചറെ. അതുകൊണ്ട് തന്നെ അവരിതിനെതിരെ കൃത്യമായിട്ട് പ്രതികരിക്കും. അവിടെ ചങ്കൂറ്റും ചങ്കുറുപ്പുമുള്ള നട്ടെല്ലുമുള്ള ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അവന്റെ പേരാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഷാഫി പറമ്പിലിനെ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം നൽകിക്കൊണ്ട് വടകരയിലെ ജനങ്ങൾ അവരുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കും ടീച്ചർ.